പ്രിയമിത്രങ്ങളെ, പരിണാമ പ്രക്രിയയുടെ ഭാഗമായി ജന്മജന്മാന്തരങ്ങൾ പിന്നിട്ട് ശ്രേഷ്ഠമായ മനുഷ്യജന്മം സിദ്ധിച്ചവരാണ് നാം. ഈ മനുഷ്യജന്മത്തിൽ ശരീരവും മനസ്സും ഉൾപ്പെടുന്ന ബാഹ്യബോധവും അതിസൂക്ഷ്മാവസ്ഥയിലുള്ള സൂക്ഷ്മതലബോധവുമാണ് നമ്മെ നയിക്കുന്നത്. ബാഹ്യ സാഹചര്യങ്ങളാൽ നാം രൂപപ്പെടുത്തിയെടുത്ത മനസ്സും അനുഭവജ്ഞാനവും കണ്ടും കേട്ടും അറിഞ്ഞതും പഠിച്ചെടുത്തതുമായ വസ്തുതകളും വിവരങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജന്മജന്മങ്ങളായി ആർജിച്ചെടുത്ത പൂർവാർജിത ജ്ഞാനം നമ്മുടെ സൂക്ഷ്മതലത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പൂർവാർജിത ജ്ഞാനം ബാഹ്യശരീരം വെടിയുമ്പോൾ, അതായത് മരണാനന്തരമത്രേ അനുഭവവേദ്യമാകുകയുള്ളൂ. എന്നാൽ ഈ ജ്ഞാനം നമ്മുടെ ജീവിതാവസ്ഥയിൽ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചാൽ അതീവ ശ്രേഷ്ഠകരമായിരിക്കും. ഇതിനായി മനസ്സിനെ നാം പരിപക്വപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ആശങ്കകളും ആകുലതകളും അസംതൃപ്തിയും വിദ്വേഷവും എല്ലാം നിറഞ്ഞ മനസ്സ് ഇതിനുപകരിക്കുകയില്ല. മനുഷ്യ ശരീരം ബയോകെമിക്കൽ തലത്തിലും ആറ്റമിക് തലത്തിലും മോളിക്കുലാർ തലത്തിലുമുള്ള കണങ്ങളാൽ നിർമ്മിതമാണ്. മനസ്സാകട്ടെ നെഗറ്റീവ്, പോസിറ്റീവ്, ബാലൻസ്ഡ് എന്നീ സൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും പ്രസരിക്കുന്ന പ്യുവർ ലൈഫ് എനർജി മനസ്സിലെ നെഗറ്റീവ് കണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു. നെഗറ്റിവിറ്റി ഒരു തരത്തിലും നമുക്ക് ഗുണകരമല്ല. എത്രയും അധികം പോസിറ്റീവോ ബാലൻസ്ഡ് ആയോ മനസ്സിനെ നിലനിർത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ഇതിനായി ബോധപൂർവം മനസ്സിനെ മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കണം. ഏതൊരു സാഹചര്യത്തിലും ഞാൻ നെഗറ്റീവായി പോകരുത്, നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ എന്നൊരു ജാഗ്രത ബോധപൂർവം നിലനിർത്തുക. ഇങ്ങനെ ബോധം നിലനിർത്തി മനസ്സിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ക്രമേണ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നതായും പോസിറ്റിവിറ്റി വളർന്നു വരുന്നതായും നമുക്ക് അനുഭവപ്പെടും. ഇതനുസരിച്ച് ഉള്ളിൽ ശാന്തി നിറയുന്ന അവസ്ഥ സംജാതമാകുന്നു. നാം പോസിറ്റീവ് ആകുന്തോറും നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങളും പോസിറ്റീവായി വരുന്ന അത്ഭുതവും നമുക്ക് അനുഭവിച്ചറിയാനാകും. ബോധപൂർവമുള്ള സ്ഥിര പരിശ്രമത്തിലൂടെ ഉള്ള് ശാന്തമാക്കുവാനും ഉള്ളിൻ്റെ ഉള്ളിലെ ജ്ഞാനം ജീവിതത്തിൽ പ്രാപ്തമാക്കുവാനും എല്ലാ മിത്രങ്ങൾക്കും സാധിക്കട്ടെ.